പണ്ടൊന്നും നമ്മൾ നല്ല റിമാർക്സ് കണ്ടാലും അമ്മായിമ്മമാരൊന്നും മിണ്ടില്ല അങ്ങോട്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളെല്ലാവരും നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ എടുത്തു പറയണം. ഇപ്പം മിലനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിലൻ ഭയങ്കര പെട്ടെന്ന് കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പം എല്ലാവർക്കും കാണുന്നവർക്ക് തന്നെ പറയണില്ല മിലിനോട്. മിലിന് നന്നായിട്ട് ഈ വാക്ചാതുര്യം നന്നായിട്ടുണ്ട്. മമ്മിക്കറിയാം എനിക്കത് എവിടുന്നാ കിട്ടിയെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുഞ്ഞിലേ തൊട്ട് ഞങ്ങൾക്ക് എന്റെയൊക്കെ സാധാ സ്കൂളും പള്ളികള് അപ്പൊ എന്താന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. ബൈബിള് വായിക്കാൻ കിട്ടും, പിന്നെ സുവിശേഷോത്സവം. അപ്പം ചെറിയ സ്ഥലങ്ങള്. അതെ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മള് ഗ്രാമം നന്മകളാൽ സമൃദ്ധം. അപ്പൊ കുറച്ച് കുട്ടികളല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് അച്ഛന്മാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും നമുക്ക് നന്നായിട്ട് ട്രെയിൻ ചെയ്തു തരും. അപ്പം എനിക്ക് ആ ഒരു സ്റ്റേജ് ഫിയറോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അറിയാവുന്ന കാര്യമാണ്. എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് അങ്ങ് സംസാരിക്കാൻ പറ്റും. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് എൻ്റെ നാട്ടിലെ ആ ഒരു പള്ളിയും സ്കൂളും ആണ്. കാരണം എനിക്കൊരു പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല, ഞാനും സംസാരിക്കാൻ കിട്ടില്ല. ഇന്ന് പക്ഷെ പല പേരൻസും ഈ പള്ളിയിലെ പ്രോഗ്രാംസിന് അല്ലെങ്കിൽ ഇപ്പം അമ്പലത്തിലേക്കാണെങ്കിൽ ഇങ്ങനെ ക്ലാസ് ശരിക്കും ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാ. വളരെ വലിയൊരു കാര്യമാണ്. പണ്ട് ഞാനൊരു ഇൻസിഡന്റ് പറയാം. എനിക്ക് പണ്ടേ കോൺഫിഡൻസിന് കുറവില്ല. തെറ്റാണെങ്കിലും ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പൊട്ടത്തെറ്റ് പറയുന്ന ഒരാളാണ്. അപ്പം പള്ളിയിൽ ബൈബിള് വായിക്കുകയാണ്. എനിക്ക് തോന്നുന്നൊരു 4th സ്റ്റാൻഡേർഡ് ആണ്. ചെറുപ്പത്തിലേ തൊട്ട് ഞാൻ നന്നായിട്ട് വായിക്കും. സംസാരിക്കാനും കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു 4ാമത്തെ ആളായിട്ട് ജനിച്ചുകൊണ്ട് ഇവരോടൊക്കെ സംസാരിക്കലല്ലേ, മൂത്തവരോടൊക്കെ. അപ്പൊ അവര് സംസാരിക്കുന്ന കുഞ്ഞിലേ തൊട്ട് എനിക്കറിയാം, കേൾക്കാമല്ലോ. നമ്മള് ചെറിയ കുട്ടികളാകുമ്പോൾ കുറച്ചുകൂടി നമ്മള് പെട്ടെന്ന് ഞാനിപ്പോ 12ാമത്തെ പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എൻ്റെ പള്ളിയിൽ ബൈബിള് വായിക്കും. എനിക്ക് ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ചമ്മലാണ്. അപ്പൊ അതിൻ്റെ അകത്തൊരു വേർഡ് ഉണ്ടായിരുന്നു, സ്ഥാദിയോൺ. സ്ഥാദിയോൺ എന്ന് വെച്ചാൽ ദൂരത്തെ ഡിഫൈൻ ചെയ്യുന്നതാണ്. എനിക്കത് വായിക്കാൻ കയറുന്നിട്ട് ഈ വാക്ക് മനസ്സിലാകുന്നത്. പക്ഷെ എനിക്ക് സെന്റൻസ് അത് മമ്മി എന്ന് ഓർക്കുന്നത് സ്പ്ലിറ്റ് സെക്കൻഡിൽ ഞാനത് കൺവേർട്ട് ചെയ്തു കിലോമീറ്റർ ബൈബിളിലെ. അപ്പൊ മമ്മി ഒന്ന് ഓർത്ത് നോക്കി, എൻ്റെ ഒരു ബൈബിള് പള്ളിയിൽ വായിക്കുമ്പം ഇത്ര ദൂരം ഈശോ നടന്നു എന്തോ ആണ്. അത് സ്ഥാദിയോൺ എന്നുള്ള എനിക്ക് വായിക്കാൻ കിട്ടുന്നത്. അത് അത്ര കുഞ്ഞാണ്, 3ഓ 4ലാണ് പെട്ടെന്ന്. അത് കഴിഞ്ഞ് പക്ഷെ അച്ഛനുണ്ടല്ലോ, വേണമെങ്കിൽ അച്ഛൻ എന്നോട് അപ്പോഴേ കറക്റ്റ് ചെയ്യായിരുന്നു, എല്ലാ നാട്ടുകാരെയും മുമ്പിച്ചു. പക്ഷെ അച്ഛൻ പള്ളി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടി ഈ ബൈബിളിൽ എങ്ങനെ ഇംഗ്ലീഷ് വേർഡൊക്കെ ഉണ്ടോന്ന്. മനസ്സിലായ? അച്ഛന് മനസ്സിലായി, ചിലപ്പോൾ അറിയാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ അപ്പൊ എനിക്ക് അങ്ങനത്തെ കുറെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് പ്രസംഗിക്കാനും. അങ്ങനെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 അല്ലേ 4 മലയാളം വായിച്ചു തുടങ്ങുന്ന സമയം. നമ്മൾ 2ാം ക്ലാസ് ഒക്കെ തൊട്ടാണല്ലോ നമ്മളിങ്ങനെ. അല്ല, ഇപ്പോഴും ഉണ്ടിട്ട് അങ്ങനത്തെ ബിരുദന്മാരൊക്കെ ബൈബിള് വായിക്കുമ്പോ ഇതുപോലെ ബിരുദതരങ്ങൾ പറയുന്നവരൊക്കെ. പക്ഷെ കറക്റ്റ് കാര്യമാണ്. കിലോമീറ്റർ എന്താണോ മെഷർമെന്റ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇപ്പം ഞാൻ മമ്മിയാണ് എടുത്ത ആൻസർ. ഞാനും മമ്മിക്ക് എടുക്കണം അല്ലേ? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എനിക്ക് അറിയില്ല ഇത് ആരാ ചോദിച്ചെന്നുള്ളത്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ഹൂ ഇസ് യുവർ ഫേവറേറ്റ്? അതായത് ഡോട്ടർ ഇൻ ലോ മിലനെയാണോ കൂടുതൽ ഇഷ്ടം, അതോ ബിസിനസ് ഓണർ മിലനെയാണോ കൂടുതൽ ഇഷ്ടം? ഇതിലേതാണ്? ഡോട്ടർ ഇൻ ലോ മിലൻ. അതെയോ? പിന്നല്ല. ഓക്കെ ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യൂ. കുറച്ച് പൊക്കിയൊക്കെ പറഞ്ഞു. എന്തായാലും ഡോട്ടർ ഇൻ ലോ അതിന് ശേഷല്ലേ ബിസിനസ് ഓണർ ആയത്. ഡോട്ടർ ഇൻ ലോ മിലൻ. ഓക്കെ, നമ്മൾ നമ്മുടെ മകനെ എങ്ങനെയാണ് സ്നേഹിക്കണത് അതുപോലെ ആയിരിക്കും മകന്റെ ഭാര്യനെ സ്നേഹിക്കുക. അങ്ങനെയാണ്. കുറച്ച് കൂടുതൽ സ്നേഹിച്ചാലും കുഴപ്പമൊന്നുമില്ല. സത്യം പറയല്ലേ, ഞാനിപ്പോൾ കുറച്ച് പൊസസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പാണ് റിയലൈസ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാൾ ഒരാളുടെ കൂടെ ജീവിച്ച് കഴിയുമ്പോഴല്ല അവർ നമ്മുടേത് മാത്രമായിട്ട് ഇങ്ങോട്ട് മാറും. ഈവൻ എൻ്റെ ഹസ്ബൻഡ് മമ്മീനെ സ്നേഹിക്കുന്നേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കണം. എനിക്ക് എന്തും മമ്മീനെ പറയാം, പക്ഷെ പോളിനോ അല്ലെങ്കിൽ വേറെ ആർക്കും മമ്മീനെ ഒന്നും പറയാൻ പാടില്ല. ആ ഒരു ഇതിലോട്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കാന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ എൻ്റെ അമ്മച്ചിയാണെങ്കിൽ ഞാൻ അമ്മച്ചിയോട് എന്ത് വേണേലും പറയും. ഇപ്പം അമ്മച്ചിക്ക് എത്ര വിഷമം വരുന്നില്ല. ഇനി വിഷമം വന്നാൽ എനിക്കറിയാം ഇതെന്റെ അമ്മയാണെന്നുള്ളത്. സെയിം രീതിയിൽ ഇപ്പം മമ്മിയുടെ കൂടെ ഇങ്ങനെ നടന്ന് വന്നിട്ട് എനിക്ക് ഒരു വ്യത്യാസമില്ല. എനിക്കൊരു വ്യത്യാസമില്ല. പുറമേ കാണുന്നവർ ചിലപ്പോൾ ചിന്തിക്കും ഇതെന്താ ഈ പെൺകുട്ടി ഇങ്ങനെ പറയുന്നത്. ഞാൻ മമ്മിയോട് പറയണം, മമ്മി ഈ ഡ്രസ്സ് ഒന്നും വേണ്ട, അത് ഇട ഇങ്ങോട്ടോ അങ്ങോട്ടോ അതൊക്കെ പറയാറുണ്ട്. അതെ, ഇന്നാളെ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞത് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു മരുമോളും മോളും ഒരുപോലെയാണെന്നൊക്കെ. അപ്പൊ അല്ലടി, മരുമോളും മോളും ഒരുപോലെയല്ല. കാരണം മോളോട് നിനക്ക് ഡി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് എന്ന് വിളിക്കാം, പക്ഷെ നീ മരുമോളോട് പറയോ? ഇല്ല, മോളെ എന്നല്ലേ പറയുള്ളൂ.
അപ്പൊ അത് വളരെ പോയിന്റായിട്ട് എനിക്ക് തോന്നിയിട്ടാ. വളരെ കറക്റ്റാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ മരുമോളും മോളെയും ഒരുപോലെ എന്നൊക്കെ പറയും, പക്ഷെ അതുപോലെയല്ല. നമ്മൾ മരുമക്കളോട് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുള്ളൂ. ആ സമയത്ത് മോളോട് ഡീപ്പ് ഓടിന്ന എന്തെങ്കിലും തല്ല് പറയുന്നത് കൊടുത്താലും ഒരു വലിയ കുഴപ്പമില്ല. പ്രശ്നമില്ല. അതെ അതെ, ചില അത് വളരെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പോയിന്റായിട്ട് എനിക്ക് തോന്നിയിട്ട് അവര് പറഞ്ഞപ്പോ അത്. കാരണം എനിക്ക് തോന്നുന്നു ലോകത്തിലെ അപ്പനും അമ്മയ്ക്കും എന്തും ചെയ്യാം, എന്തും പറയാം. കാരണം അപ്പനും അമ്മയാണ്. നേരെ മറിച്ച് എനിക്കറിയില്ല, ഇപ്പം മമ്മിയൊക്കെ ആ ഒരു സ്റ്റേജാണ്. ഇപ്പം മരുമക്കള്, കൊച്ചുമക്കൾ ആ ലെവലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ചിലപ്പം നമ്മുടെ ഉള്ളിൽ ഓക്കെ ഇവരെങ്ങനെയായിരിക്കും, നമ്മൾ പറഞ്ഞ് ഇഷ്ടപ്പെടുമോ എന്നുള്ള തോട്ട്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ അടുത്ത് മമ്മി എല്ലാം പറയാറുണ്ട്, എനിക്കങ്ങനെ വലിയ പ്രോബ്ലം. പിന്നെന്ന് വെച്ചാൽ ആൾക്കാരുടെ വിചാരം നമ്മൾ അങ്ങനെ ഒരു എന്താ ആർഗ്യുമെന്റ്സ് ഒന്നും ഉണ്ടാക്കാറില്ലെന്നാണ്. ആർഗ്യുമെന്റ്സ് ഇഷ്ടം പടി വരാറുണ്ട്. കാരണം മമ്മിയുടെ ഒരു തോട്ട് പ്രോസസ് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ കുറച്ച് എല്ലാരും കുറച്ചും കൂടി കൾച്ചേർഡ് ആയിട്ട് എല്ലാരും പഠിച്ച് കുറച്ചും കൂടി മോഡേൺ അമ്മായിമ്മ അല്ല സോറി മരുമക്കളാണ്. അപ്പൊ അങ്ങനെ വലിയ പ്രോബ്ലംസ് ആരുടെ വീട്ടിലും ഇപ്പൊ നമ്മൾ അങ്ങനെ അല്ല എന്ന് കരുതിയിട്ട് അല്ല. പക്ഷെ കുറെ മെജോറിറ്റി ഇപ്പൊ നമ്മുടെ സ്റ്റാഫിന്റെ ഒക്കെ നമ്മള് ചിലര് ചോദിക്കുമ്പോ ഭയങ്കര അടുപ്പട്ട. അതെ അതെ, ഇപ്പൊ ഇവിടെ ജോലിക്ക് വരുമ്പോ കുട്ടികളെ നോക്കുന്നത് മുഴുവൻ എനിക്കത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. ഒരു പരിധി വരെ മാറ്റമുണ്ട്, പക്ഷെ എല്ലാവരുടെയും കേസിലും അങ്ങനെയൊന്നുമല്ല. ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അത് രണ്ട് രീതിയിലും ഉണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈശോ പറഞ്ഞമാതിരി വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നന്നായി സൂക്ഷിക്കണം. പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിൽ തോന്നിക്കുന്നതൊന്നും മുഴുവൻ പറയാൻ പറ്റില്ല. നമ്മൾ സൂക്ഷിക്കണം. വായിൽ നിന്നൊരു വാക്ക് പോയി കഴിഞ്ഞാൽ അത് തിരുത്താൻ ഭയങ്കര പറയാറുള്ള കാര്യമാണ്. ഒരാളിൽ ഒരു നന്മയുണ്ടെങ്കിൽ നമുക്കൊരു വിഷമം വരുന്ന ഒരു നെഗറ്റീവ് കാര്യമാണെങ്കിൽ അത് വിട്ടുകളയുക. അവരിലുള്ള എത്രയോ നന്മ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരോടും പറയണ ഒരു പോയിന്റ്. എന്നെ ഉപദേശിച്ചു തന്നതാണ് എൻ്റെ ഒരു സിസ്റ്റർ ഉപദേശിച്ചു തന്നൊരു കാര്യമാണ്. അതായത് നമുക്ക് ഒരാളോട് കുറേ ദേഷ്യങ്ങൾ തോന്നിയാലും അവരിൽ ഒരു നന്മയുണ്ടെങ്കിൽ, നന്മ ഇപ്പം നമ്മളോടാ അല്ലെങ്കിൽ മറ്റുള്ളവരോടാ ഒരു നന്മ അവരിലുണ്ടെങ്കിൽ ആ നന്മേനെ സ്നേഹിച്ചാൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അതിപ്പം മരുമോളും അമ്മായിമേന്നൊന്നും ഇല്ല, ഏത് മനുഷ്യരായാലും. ചില സമയത്ത് നമ്മള് ചുമ്മാ വണ്ടിയിൽ പോകുമ്പോൾ ട്രാഫിക് സിഗ്നലിൽ എന്തെങ്കിലും റോങ് ആയിട്ട് അവരെ ചീത്ത വിളിക്കുന്ന ആൾക്കാരുടെ പെട്ടെന്നുള്ളൊരു ഇതിൽ വരുന്നതാണ്. പക്ഷെ നമ്മളെപ്പോഴും മറ്റൊരാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുവാണ് ഒരു പരിധി വരെ നമുക്ക്. ഏത് ഇതിലായാലും സ്റ്റാഫുകളായാലും പണിക്കാരായാലും അവരെന്തോരം കാര്യങ്ങൾ നമുക്ക് ചെയ്തു നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരായാലും അവരിലൊക്കെ കുറെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറേ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അത് മമ്മീനെ ഒരു അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താ വെച്ചാൽ മമ്മിയുടെ ജോലിക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് അത് ഭയങ്കര എന്താ, അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇത്രയും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്, അവര് നമ്മുടെ വീട്ടിൽ ജോലിക്കാരായിട്ട് വന്നത് നമ്മുടെ ഒരു കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ആളായത് നമ്മുടെ അതാണ് വലിയൊരു പോയിന്റ് മിലൻ. ഞാൻ എപ്പോഴും ആലോചിക്കും, എന്തുകൊണ്ട് നമ്മളെ ദൈവം ഇങ്ങനെ ഒരു വീട്ടില് ഇങ്ങനെ കുഴപ്പമില്ലാത്തൊരു ഇതിരിക്കാക്കി അവരെ ജോലിക്ക്. നേരെ മറിച്ചായിരുന്നെങ്കിൽ നമ്മളുടെ അവസ്ഥ ആലോചിക്കുക. അപ്പൊ നമ്മളായിരിക്കും അവരെ മനുഷ്യരായിട്ട് കാണാം. ശരിക്കും നമ്മൾ എങ്ങനെ ദൈവത്തോട് നന്ദി പറയണ്ടെന്ന് അറിയില്ല. നമ്മൾ ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഓരോ കാര്യങ്ങളും എടുക്കുമ്പോൾ എന്തോരം ബ്ലെസ്ഡ് ആണ് അല്ലെ. നമ്മളിപ്പോ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഏത് ലെവലിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ തന്നെ അതൊരു ഭയങ്കരമായിരിക്കും. പിന്നെ ഈവൻ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും നമ്മളത് ബോധേഡല്ല. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർക്ക് കഴിക്കാം, അവർക്ക് ഉണ്ടാക്കാം. നമ്മളാകെ ഉച്ചയ്ക്ക് ചെന്ന് കഴിക്കുന്നു. അതങ്ങനെ വേണം. കാരണം പാവങ്ങള് അവര് നമ്മളുടെ വീട്ടിൽ പണിക്ക് വരുന്നത് അവര് ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവര് ഈ പണിയെടുക്കുന്നത്. അതിന് നമ്മള് പിന്നെ അതൊക്കെ നമ്മള് നന്നായി ചെയ്യണം ഏതൊരു വീട്ടിലായാലും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ കല്യാണം എന്നെക്കാളും സീനിയേഴ്സ് ആണ് അവിടെയുള്ള പണിക്കാരല്ല. അപ്പൊ എനിക്ക് അറിയാവുന്ന എല്ലാ ഏറ്റവും കാരണം അത്ര വർഷമായിട്ട് നമ്മളെ വിട്ടു പോകാണ്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇനി മമ്മിയാണ് ക്വസ്റ്റ്യൻ എടുക്കേണ്ടത് അല്ല, മമ്മിയാണ് എനിക്ക് എടുക്കേണ്ടത്. ലാസ്റ്റത്തെ എന്തായാലും എടുക്കാം. വർക്ക് ലൈഫ് ബാലൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വീടും. അതെ അതെ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എഫേർട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ കാരണം കൊണ്ട് കുറേ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ബ്ലെസ്ഡ് ആണ്. അപ്പം നമ്മുടെ ഇപ്പം വീട്ടിൽ നിന്ന് പോന്നാലും അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ പോലും നമ്മുടെ ഒരു ഫാമിലി ലൈഫ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ
പിന്നെ നമ്മള് ഒന്നല്ലെങ്കിൽ മിലൻ കാലത്ത് ഷോപ്പിൽ വരുമ്പോ ഞാൻ വീട്ടിലുണ്ടോ, മിലൻ നമ്മളൊരു വീട്ടിലാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ടൈമിൽ വരുന്നതുകൊണ്ട് ഭയങ്കര നല്ലതാണ്. ആരുടെയും ഇപ്പൊ ഞാനും പോളാണേലും ഞങ്ങളുടെ സമയം കുറെ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് മോർണിംഗ് ടൈം കിട്ടും, ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ടും അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമില്ല. എന്റെ ആബ്സെൻസിൽ ഇപ്പൊ ആരെങ്കിലും ഒരാളെ വിടാനായിട്ട് ഇപ്പൊ മമ്മി ഉണ്ടാവും, എന്തെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാനേജ് ചെയ്യാനുള്ളത് കൊണ്ട് അത് അത്ര പ്രശ്നമുള്ളൊരു കാര്യമല്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഈസിയാണ്. പക്ഷെ ബാക്കിയുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും വേണം, വർക്കും വേണം, നമുക്കൊരു ഫാമിലിയും വേണം. ഞാൻ ഇവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, ഞാൻ ചുമ്മാ തമാശയ്ക്ക് ചോദിക്കും, നിങ്ങൾക്ക് വർക്കാണോ അത് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളാണ് പ്രയോറിറ്റി എന്ന്. അപ്പൊ ചിലര് എന്താണെന്നറിയില്ല, ഞാൻ ചോദിക്കുന്നുണ്ടാണോ എന്നറിയില്ല, എനിക്ക് വർക്കാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയും. അപ്പൊ ഞാൻ അവരെ വഴക്ക് പറയും, ഒരിക്കലും അല്ല. എനിക്ക് നാളെ നിങ്ങളെ വേണോ വേണ്ടിയോ എന്നുള്ളത് എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് നാളെ മിലാൻഡിക്കിൽ വർക്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അവരുടെ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴാണ് ഫസ്റ്റ് പ്രയോറിറ്റി, എന്തായാലും ഫാമിലിക്കാണ്. അത് ചിലർക്ക് അറിയാണ്ട് ഇങ്ങനെ, ചിലരിപ്പോൾ ഒരു കുട്ടി മരിച്ചു, വർക്ക് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ടിരുന്ന ഹെൽത്ത് നോക്കാണ്ട്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫൂളിഷ്നെസ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ഇല്ല, നമ്മുടെ ഫാമിലി എന്ന് അവരെ ഉണ്ടാവുള്ളൂ. ജോലി 100 എണ്ണം കിട്ടും, ജോലിക്കാരെ 100 പേരെ കിട്ടും, അങ്ങനെ ആവില്ലെന്നാണ് ആഗ്രഹം ഉള്ളിൽ. എന്നാൽ പോലും ശരിക്കും പ്രാക്ടിക്കലി പറഞ്ഞ ഫാമിലി, നമ്മുടെ വീട്ടുകാരും നമ്മുടെ വീടും സെക്കൻഡറി ആണ്, ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും. അപ്പം എൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആണ്, ഈസിയാണ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഫാമിലിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, സെയിം രീതിയിൽ വർക്കിനും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത് ഇപ്പം ഞങ്ങളുടെ ചെറിയ ജീവിതത്തിലെ കുറച്ച് കണ്ടന്റ്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരും അറിയുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആയതുകൊണ്ടോ ഒന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പം ഒരുപാട് മെസ്സേജസും റെസ്പോൺസും ഒക്കെ വന്നു. ഇത് ഒരുപാട് പേർക്ക് അവർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഞങ്ങളതിൽ ഹാപ്പിയാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരിലോട്ട് നോക്കാണ്ട് ഏറ്റവും ഹാപ്പിനെസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്നതോ അതല്ലെങ്കിൽ മറ്റൊരാൾ എക്സ്പോസ് ചെയ്യുന്നതോ അതൊന്നും അല്ല ലൈഫ്. അതൊക്കെ ഒരു ഏറ്റവും ഹാപ്പിനെസ് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ടാണ് ഞങ്ങൾ ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്കങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം പഠിച്ചു പറയേണ്ട ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളും അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും അതല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയപ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ 2 പേരും. അപ്പം നിങ്ങൾക്കും ഇത് ഇഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.